ഞാൻ സിഞ്ചു, ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുവാണെങ്കിൽ ചിലർക്കെങ്കിലും അതൊരു മോട്ടിവേഷൻ ആയാലോ. എനിക്ക് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് സിംറ്റംസിനെ പറ്റി തന്നെയാണ്. പക്ഷേ അന്ന് അവർ പറഞ്ഞ പോലെ അനുസരിച്ച് നിന്നിരുന്നെങ്കിൽ ഇന്ന് എന്തായാലും എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ക്യാൻസർ ആണോ ഡോക്ടറെ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ എന്നൊരാളിങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ, എന്തൊക്കെ കിളി പാറുകയാണോ തലേക്കിടെ. ഞാൻ സിഞ്ചു, പിന്നെ പലർക്കും അറിയാമായിരിക്കും ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. അപ്പം ഞാൻ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വരെ ഞാൻ ക്യാൻസറിനെ പറ്റി അങ്ങനെ ലോങ് വീഡിയോസ് അധികം അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചത് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നില്ല എന്നാണ്. കാരണം കഴിഞ്ഞു പോയ കാര്യമാണ്, എന്തിനാന്നൊക്കെ പറയണേ, ഓർക്കണേ എന്തിനാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ചിലർക്കെങ്കിലും അത് നെഗറ്റീവായിട്ട് തോന്നിയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുവാണെങ്കിൽ ചിലർക്കെങ്കിലും അതൊരു മോട്ടിവേഷൻ ആയാലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ എന്നെ കുറച്ച് നേരം സഹിച്ചിരിക്കുക. കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബിഫോർ ക്യാൻസർ. അപ്പോൾ എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിൾസിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് സിംറ്റംസിനെ പറ്റി തന്നെയാണ്. പക്ഷേ സിംറ്റംസ് ഞാൻ അങ്ങനെ സ്പെസിഫിക്കായിട്ട് എടുത്ത് പറയണില്ല. അത് ഈ ക്യാൻസർ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും ഒരേ സിംറ്റംസ് ആയിരിക്കില്ല. പിന്നെ ഇപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ അയ്യോ എനിക്ക് അതുണ്ട് ഇതുണ്ട് ഇനിയിപ്പോൾ എനിക്കതാണോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ സിംറ്റംസിനെ എടുത്ത് പറയുന്നില്ല. പക്ഷേ മെയിനായിട്ട് നമുക്ക് നല്ലപോലെ സിംറ്റംസ് ഉണ്ടായിരിക്കും. ചിലരൊക്കെ പറയും സിംറ്റംസ് ഉണ്ടാവില്ല, ഉണ്ടാവും, അതൊത്തിരി വൈകിക്കായിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ നമ്മളങ്ങനെ ശ്രദ്ധിച്ചൊന്നും വരില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സിംറ്റംസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സിംറ്റംസ് ഒന്നും ആയിരുന്നില്ല കേട്ടോ എനിക്കുണ്ടായിരുന്നത്. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സിംറ്റംസ് ഒക്കെ തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും എന്നെ അറിയുന്നവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. നിനക്ക് എന്തിട്ടാണ് അപ്പോൾ ഞാൻ ട്യൂഷനൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ നീ ട്യൂഷനൊക്കെ എടുത്ത് കിട്ടുന്ന കാശ് വെറുതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളഞ്ഞില്ലെങ്കിൽ നിനക്കൊരു സമാധാനം ഇല്ല അല്ലേ, അത് കയ്യിൽ വെച്ചപ്പോൾ എന്താ അങ്ങനെ വിചാരിച്ച് എന്നെ എല്ലാവരും എന്നെ അറിയുന്നവരൊക്കെ കളിയാക്കുമായിരുന്നു. പക്ഷെ സത്യം പറയാലോ, ഞാൻ അന്ന് ഈ തൊട്ടേനും പിടിച്ചതിന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന ഈ ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് അത് ഞാൻ എവിടെയും പറയും. കാരണം അങ്ങനെ തൊട്ടേനും പിടിച്ചതിന് ഹോസ്പിറ്റലിൽ പോയി നടന്ന് ഞാൻ സ്വയം ആണ് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് തുടക്കത്തിൽ കണ്ടുപിടിക്കുന്നത്. അല്ലാണ്ട് എന്നെ ആരും പുറമേ സപ്പോർട്ട് ചെയ്തിട്ടില്ല തുടക്കത്തിൽ. പക്ഷേ ഈ ഒരു അസുഖം ആണെന്ന് കണ്ടെത്തിയതിന് ശേഷം, നമ്മൾ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം പിന്നെ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാലും തീരില്ല, അത്രയ്ക്ക് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപ്, ഈ ഒരു കാര്യം അറിയുന്നതിന് മുൻപ് എന്നെ എല്ലാവരും, എന്നെ സപ്പോർട്ട് ചെയ്തവരിൽ പലരും ഈ കാര്യം അറിയുന്നതിന് മുൻപ് എന്നെ കുറേ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കത് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞില്ലേ തൊട്ടനും പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ശീലമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം പറഞ്ഞ് നിന്ന് പോയേ, നിനക്ക് വട്ടാണ്, നിനക്ക് ഭ്രാന്താണ്, ചുമ്മാ അവരും ചിന്തിച്ചു കൂട്ടുക എന്ന് പറയുമായിരുന്നു. അങ്ങനെ പറയണമെന്നല്ലാണ്ട് അവരാരും ഒരിക്കൽ പോലും ആയിക്കോട്ടെ ശരിയാണ്, ഇനിയിപ്പോൾ എനിക്ക് തോന്നണേ ആയിക്കോട്ടെ സമ്മതിച്ചു, പക്ഷെ അവരൊരിക്കലും അവർ ചിന്തിക്കണില്ല എന്തുകൊണ്ടാണ് ആയിരിക്കും അവർക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ട് വന്നത്, അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറാത്തത് എന്ത് ചെയ്തു വരെ, അതിനെപ്പറ്റി ആരും ചിന്തിക്കില്ല. കാര്യം എല്ലാവരും ഇങ്ങനെ പിന്തിരിപ്പിക്കും. നിങ്ങൾക്ക് തോന്നണം അങ്ങനെയൊന്നുള്ളൊരു കുഴപ്പമില്ലാന്ന് പറയും. കാര്യം അവർ നമ്മൾ ആശ്വസിപ്പിക്കാൻ പറയണതാണ്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടും പറയണതാണ്. കാരണം നമുക്കൊരു അസുഖം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനും അംഗീകരിക്കാനും ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണല്ലോ. നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇന്ന് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനായിരിക്കും ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ അവർ മാക്സിമം നോക്കുള്ളൂ. പക്ഷെ അവരൊരിക്കലും ചിന്തിക്കണില്ല എന്തുകൊണ്ട് അത് വന്നു, അതെന്തുകൊണ്ട് ഇതുവരെ മാറിയിട്ടില്ല, അതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അതാരും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ആരും എന്നെ ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളത്. നമ്മളൊരു കാര്യത്തിനെ പറ്റി, അതായത് നമ്മുടെ ഒരു പ്രശ്നത്തെ പറ്റി നമ്മൾ ഒരാളോട് പറയുമ്പം തുടക്കത്തിൽ എല്ലാവരും നമ്മളെ പിന്തിരിപ്പിക്കാനേ നോക്കുള്ളൂ. പിന്തിരിപ്പിക്കാൻ മീൻസ് ഇങ്ങനെ തന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള പിന്തിരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ തന്നെ പറയുള്ളൂ, നിനക്ക് തോന്നണം അങ്ങനെയൊന്നുമില്ല, ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്നതിൽ 90% ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഇപ്പം ഞാൻ ആലോചിച്ച് പേടിച്ചേക്കണേൽ 100-ൽ 95% ഒന്നും നടക്കാത്ത കാര്യങ്ങളെ ഓർത്തിട്ടായിരിക്കും ഞാൻ പേടിക്കുക. പക്ഷേ ബാക്കിയുള്ള 5% ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്നത് കാര്യമായിരിക്കും. പക്ഷെ ഈ ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാതിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറയണ മിക്കപ്പോഴും പൊട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ പറയുന്നതിൽ ചിലതിലൊക്കെ കാര്യമുണ്ട്. അത് പക്ഷേ പിന്നെ ആരും ചിന്തിക്കില്ല. കാരണം ഞാൻ പറയുന്ന മുഴുവൻ പൊട്ടത്തരാണെങ്കിൽ അങ്ങനെ ഇവളെപ്പോഴും ഇവർക്ക് ഈ നെഗറ്റീവ് അടിക്കാനേ നേരമുള്ളൂ, അങ്ങനെയല്ല എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. അതിനെപ്പറ്റി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ബന്ധുക്കളോടൊക്കെ പറയുമ്പോൾ അവരെനിക്ക് തിരിച്ച് തന്നുകൊണ്ടിരുന്ന റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു. അതാണ് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയൊരു, എന്താ പറയണേ, അന്ന് അവർ പറഞ്ഞ പോലെ അനുസരിച്ച് നിന്നിരുന്നെങ്കിൽ ഇന്ന് എന്തായാലും എൻ്റെ അവസ്ഥ എന്ന് ഓർത്തിട്ട് ഞാൻ ഇന്നും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് അത്. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. അതാണ് ഞാൻ RCCയിലാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അപ്പം ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഡോക്ടർമാർ നമ്മളെ ഒന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമല്ലോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള പല സിംറ്റംസും എനിക്ക് വർഷങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിളായിരുന്നതെന്ന്. മറ്റുള്ളവരിങ്ങനെ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോൾ ഞാനത് അവർ പറയുന്നത് ശരിയായിരിക്കും, ഞാൻ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കുന്നത് ഞാനത് വിട്ട് കളയും. പക്ഷേ ഞാൻ ആ വിട്ട് കളഞ്ഞ പലതും ഈ അസുഖത്തിൻ്റെ സിംറ്റംസ് ആയിരുന്നു. അത് ഞാൻ അന്നാളിൽ അവർ പറയുന്ന പോലെ
അല്ല എനിക്ക് എന്താണെന്ന് അറിയണം, അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണം എന്ന് ഓർത്ത് ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് ഒന്ന് അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് ഇങ്ങനൊരു കാര്യം പറയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി നേരത്തെ അറിയാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ബാക്കി എന്ത് കാര്യത്തിനും നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാം, പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെയോ നമ്മുടെ ആരോഗ്യത്തിൻ്റെയോ എന്തെങ്കിലും ഒരു കാര്യത്തിന് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം പണി കിട്ടണം നമുക്ക് തന്നെയായിരിക്കും. അതാണ് മെയിനായിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് പൊതുവെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും ഇപ്പം ഇനി കുറച്ചും കൂടി ഒന്ന് ധൈര്യമുണ്ട്. എന്തെങ്കിലും ഒരു അസുഖത്തെ പറ്റി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് അത്ര പേടിയില്ലാതിരിക്കും. പക്ഷെ അന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ എന്നെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ പേടി മാറ്റാൻ വേണ്ടി എല്ലാവരും ആശ്വസിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരും ഒരു വിലക്കെടുത്തില്ല. എല്ലാവരും അത് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. ഞാൻ അതിനെ അവരെ തെറ്റ് പറയില്ല കേട്ടോ. ഏത് നേരം പേടിച്ചുകൊണ്ട് ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്ന ഒരാൾ പറയുന്നത് ആരും പിന്നെ അങ്ങനെ കാര്യമാക്കില്ലല്ലോ. അതുകൊണ്ടാണ് അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടുകൊണ്ട് നമ്മൾ വിട്ട് കളയുന്ന പല കാര്യങ്ങളും ആയിരിക്കും ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഡോക്ടറെ കണ്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്നല്ലാണ്ട് മറ്റുള്ള ആൾക്കാരോട് നമുക്ക് എത്ര വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എത്ര ക്ലോസ് ആയിട്ടുള്ള എത്ര സ്നേഹമുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇതുപോലുള്ള റെസ്പോൺസാണ് അവരിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ നമ്മൾ അപ്പം വിട്ട് കളയുന്നത് വളരെ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യം ഓർക്കണം. ഒരു വലിയ റിക്വസ്റ്റ് തന്നെയായിട്ട് തന്നെ അത് എടുത്തോളാം. എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റാൻ പാടില്ല. അതുകൊണ്ട് കൂടി പറയുന്നതാണ്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഞാൻ DLED പണ്ടത്തെ TTC അതാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ അതാണ് പഠിക്കാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാനത് എൻ്റെ കോഴ്സ് കഴിയാറായിരുന്നു. ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിലായിരുന്നു. നമ്മൾ സ്കൂളിൽ പോയി ട്രെയിനിങ് നടത്തുമല്ലോ. അപ്പോൾ ഒരു 45 ഡേയ്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് നടക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് മാത്രമല്ല, എൻ്റെ ഫാമിലിയിൽ വലിയൊരു ഫംഗ്ഷനും കൂടി നടക്കുമായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ ഞാനും കുറേ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിരുന്നു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാളിലാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു കാര്യം കണ്ടെത്താനായിട്ട് എനിക്ക് മെയിനായിട്ട് കാണിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ചെറിയൊരു മുഴയായിട്ടാണ് ഇത് ആദ്യം കണ്ടത്. ഈ ഒരു മുഴ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിന് കുറച്ച് കുറച്ച് ദിവസങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ ഈ ഒരു മുഴ കാണുന്നത്. അതുപോലെ അന്നാളിൽ ഞാൻ TTCയുടെ DLEDൻ്റെ ഇൻ്റർവ്യൂ പോയിട്ട് ട്രെയിനിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. നമുക്ക് ഒന്നിനും നേരമില്ല. വീട്ടിൽ വന്നാലും പിറ്റേ ദിവസം പിള്ളേരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ, പറഞ്ഞ പ്രൊജക്റ്റ്, സെമിനാർ, പിന്നെ ചാർട്ട് വർക്കൊക്കെ ആയിട്ട് പിന്നെ നേരമില്ല. ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ല. അപ്പോൾ അത്രയും തിരക്കിൻ്റെ ഇടയിൽ അത് വിട്ട് കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു മുഴ കണ്ടു. മുഴ കണ്ടത് കഴുത്തിലാണ്. കഴുത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടത് സൈഡിൽ. ഇപ്പോൾ പലർക്കും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ പല വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെയായിട്ട് ചെറിയൊരു ബ്ലാക്ക് പാടുണ്ട്. ഈ പാട് ഇത് വെറുതെ വന്നതല്ല. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അഴുക്കായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് 2 സർജറി ചെയ്ത പാടാണ്. ഈ അസുഖത്തിൻ്റെ പേരിൽ എനിക്ക് സർജറി ചെയ്ത പാട്. സർജറി മീൻസ് എനിക്ക് വന്ന അസുഖത്തിന് സർജറി ആയിരുന്നില്ല ട്രീറ്റ്മെൻറ്റ്. അത് ജസ്റ്റ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി സർജറി ചെയ്തിരിക്കുമല്ലോ, അതിന് വേണ്ടി ചെയ്ത 2 പാടാണത്. അപ്പോൾ അവിടെയായിട്ടാണ് ആദ്യം ഒരു മുഴ കണ്ടത്. അപ്പോൾ ആ ഒരു മുഴ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ആണത് ആദ്യം പറയുന്നത്. കാരണം ഞാൻ ക്ലാസ്സിലിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് തേടിയൊരു മുഴ ഇതെന്തായിരിക്കും ഇത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അതെ തുടങ്ങി നീ ഈ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറയുക നിർത്താണ്ട് ബാക്കി എന്താ കാര്യം വെച്ച് നോക്കിക്കേ എന്നുള്ള രീതിയിൽ നമുക്ക് കുറേ ഇൻറ്റേൺഷിപ്പ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ഈ പറഞ്ഞ പോലെ ശരിയാ എൻ്റെ പൊട്ടത്തരാണ് എന്ന് വിചാരിച്ചത് വിട്ടുകളത്. പക്ഷേ പിറ്റേ ദിവസവും ആ മുഴ അവിടെ തന്നെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസവും ആ മുഴ അവിടെ തന്നെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ മുഴ കാണാനില്ല. ഞാൻ അടുത്തത് പോയിരുന്നു. പക്ഷെ അത് പോയിട്ടുണ്ടായിരുന്നില്ല. ആ മുഴയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു നീര് പോലെ വന്നു. അപ്പോൾ ആ മുഴ കാണാൻ പറ്റാണ്ടായി. ശരിക്കും നമ്മുടെ കഴുത്തിൽ ഇവിടെ 2 സൈഡിലായിട്ട് ഒരു ചെറിയൊരു കുഴി പോലെ ഇല്ലേ, എല്ലിൻ്റെ ആ ഒരു ഉള്ളിലായിട്ട് എന്താ പറയുക, ബ്യൂട്ടി ബോൺ എന്തോ ഇവിടെ പറയാം, ഇവിടെയായിട്ടൊരു കുഴി പോലെ ഇല്ലേ, ആ കുഴിയിൽ ഇവിടുത്തെ കുഴി കാണാം, ഇവിടുത്തെ കുഴി കാണുന്നില്ല. അതുകൊണ്ടാണ് ആ മുഴ കാണാത്തത്. ശരിക്കും ആ മുഴ പോയതല്ലായിരുന്നു, മുഴ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ പെട്ടെന്ന് പോയി എന്നും വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മുഴയുടെ അടുത്ത് തന്നെ വേറൊരു മുഴ. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 മുഴയല്ലോ. അതിൻ്റെ കഴുത്തേക്ക് ഇങ്ങനെ വലിച്ചൊക്കെ നോക്കാൻ നിർത്താൻ മുഴ പെട്ടെന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണായിട്ട് കാണായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ അപ്പോൾ കുറച്ചധികം ആൾക്കാരോട് ഇത് ചോദിച്ചു, എൻ്റെ ഒപ്പം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ചിലരൊക്കെ പറഞ്ഞു അത് തലനീരായിരിക്കും. കാരണം കഴുത്തിന് ഇവിടെയായിട്ട് ഇങ്ങനെ നമുക്ക് പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പെയിനുള്ളൊരു നമ്മുടെ ലിംഫ് നോട്ട്സ് ഇങ്ങനെ ഓടിക്കളിക്കില്ലേ, നല്ല പെയിനുള്ള, അതിന് തലനീരെന്നൊക്കെ നമ്മൾ പറയും, അതായിരിക്കും എന്ന് പലരും പറഞ്ഞു. അപ്പോൾ ഞാൻ ആശ്വസിച്ചു, തലനീര് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. കാരണം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ആയിക്കോട്ടെ കുഴപ്പമില്ല, അങ്ങനെ ഓർത്തിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 2 മാസം ഈ മുഴ ഞാൻ കണ്ടതിന് ശേഷം ഒരു 2 മാസം ഇങ്ങനെയുള്ള പല അസംഷനും വെച്ചുകൊണ്ട് ഞാനത് വെച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ആരെ ഉദ്ദേശിച്ചപ്പോൾ മനസ്സിലാവും.
അപ്പോൾ എന്നെ അറിയാവുന്നവർ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ഒപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവർ പറഞ്ഞു, തേടി എൻ്റെ കഴുത്തിൽ ഇവിടെ ഒരു മൊഴിയുണ്ട്, അവിടെ ഒരു മൊഴിയുണ്ട്, നീ ഇത് നോക്കിക്കേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വർഷങ്ങളായിട്ടുള്ള മൊഴി, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ വെറുതെ ചിന്തിച്ച് കൂട്ടുന്നത് ഓരോന്ന്, അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഓരോ എക്സാമ്പിൾസും കാണിച്ച് എന്നെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് വിശ്വസിച്ചു. ശരിയായിരിക്കും, ഇത് ശരിയാണല്ലോ, അവർക്കത് വന്നിട്ട് പ്രശ്നമൊന്നുമില്ല, അപ്പോൾ പിന്നെ ഇതിൻ്റെ തോന്നലായിരിക്കും എന്ന് ഞാൻ വിട്ടു കളഞ്ഞു. പക്ഷെ മെയിനായിട്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ വില എന്നൊക്കെ പറയില്ലേ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ടെന്നൊക്കെ വാക്കുകൊണ്ട് പറയണല്ലാണ്ട് എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്, പണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി ആയാലും പ്ലസ് ടു ആയാലും ഞാൻ സോഷ്യൽ സയൻസ് ഫീൽഡായിരുന്നു. ഞാൻ 10 വരെയാണ് ഞാൻ സയൻസ് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 വരെ പഠിച്ച ഒരു ഓർമ്മയിൽ ഞാൻ എപ്പോഴും പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ കട്ടിയുള്ള മുഴ, അനങ്ങാത്ത മുഴ, അതുപോലെ എവിടെയെങ്കിലും ഉറച്ചിരിക്കുന്ന ടൈപ്പ് മുഴകൾ ചിലപ്പോൾ എങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ മുഴകൾക്ക് വേദന ഉണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, അങ്ങനെയാണെങ്കിൽ അത് ക്യാൻസർ ആണ്, അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ അതൊന്ന് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ നേരത്ത്, അപ്പോൾ അതിൽ ആരോ ഒരാൾ എൻ്റെ അവിടെ തൊട്ട് നോക്കി. പക്ഷെ അപ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട്, ഭയങ്കരമായിട്ട് ബലം പ്രയോഗിച്ചാൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യായിരുന്നു, അങ്ങനെ മൂവ് ചെയ്യണ്ടായിരുന്നു. പിന്നെ ചെറിയ വേദന ഉണ്ടായിരുന്നു. ഇത് മൂവ് ചെയ്യണ്ടല്ലോ, വേദനയുണ്ട്, അപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല, ഇത് തലനീര് തന്നെ ആയിരിക്കുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിച്ചു, കാരണം മൂവ് ചെയ്യുന്നുണ്ട്, വേദനയുണ്ട്, അപ്പോൾ പേടിക്കാനില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വേറൊരു മുഴ, അത് കുറച്ചും കൂടി മുകളിലോട്ട് കയറിയിട്ട് വേറൊരു മുഴ, അങ്ങനെ ടോട്ടൽ 3 മുഴ കണ്ടേ പുറമെ. 2 മാസത്തിനുള്ളിലുള്ള ഒരു പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. 2 മാസത്തിനുള്ളിലാണ് ഈ 3 മുഴകൾ കണ്ടത്. അപ്പോൾ പിന്നെ എനിക്ക് ആകെ ടെൻഷനായി. കാരണം എല്ലാവരും പറയുന്ന പോലെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് തലനീരാണെങ്കിൽ അധികം നാളൊന്നും നിൽക്കില്ല, തന്നെ അങ്ങ് മാറിപ്പോകുന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് മാറിപ്പോയിട്ടില്ലല്ലോ. എല്ലാവരും പറയുന്നുണ്ട് വേദനയുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടത് മാറിയിട്ടില്ല? നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ആവശ്യമില്ലാണ്ടൊരു മുഴ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കേട്ടോ, എല്ലാ മുഴകളും ക്യാൻസർ അല്ല. അപ്പോൾ കട്ടിയുള്ള മൂവ് ചെയ്യാത്ത വേദനയില്ലാത്ത മുഴയാണെങ്കിലും ക്യാൻസർ ആയിക്കൊള്ളണമെന്നില്ല, അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു കാര്യം കേട്ടോ. പക്ഷെ എന്നാലും അവസാനം ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ അടങ്ങുള്ളൂ. എനിക്കൊരു വാശിയായത്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് അഭിപ്രായം പറയുന്നവരാരും അവരുടെ ശരീരത്തിലല്ലല്ലോ ഇത് വന്നത്, അവരല്ലല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇത് ഞാനീ പറഞ്ഞ പോലെ ഒരു മുഴ കണ്ടത് മാത്രമായിരുന്നില്ല എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നം. വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഓരോരോ സിംറ്റംസാണ്. അതിൻ്റെ ഒന്നിൻ്റെയും കാരണം അതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു മുഴ കണ്ടത് മാത്രമായിരുന്നില്ല പ്രശ്നം, വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം എനിക്കറിയണമെന്ന് പിന്നെ ഒരു വാശിയായി. ചിലപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം ഒരു കാരണമാണെങ്കിലോ ഒന്നേ ഉള്ളെങ്കിലോ, അപ്പോൾ എനിക്കത് അറിയണമെന്ന് തോന്നി. പിന്നെ അപ്പോൾ ഞാനത് ആരോടും പറയാതെ, ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ ഫാമിലി ആയാലും എന്നെ അറിയാവുന്നവരുടെ എല്ലാവരുടെ അടുത്തു നിന്നും എനിക്ക് കിട്ടിക്കൊള്ളുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എനിക്ക് വട്ടാണ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെ എതിർത്താലും വേണ്ടില്ല, ഈ മുഴയുടെ കാരണമാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ ഞാനൊരു വാശിയായിട്ട് എടുത്തു. കാരണം ബാക്കിയുള്ള സിംറ്റംസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, മുഴയുടെ കാരണം എനിക്ക് കണ്ടുപിടിക്കണം. കാരണം മുഴ വന്നത് എൻ്റെ ശരീരത്തിലാണ്, അല്ലാണ്ട് വേറെ ഈ പറയുന്ന ആരുടെ ശരീരത്തിലല്ല. ഇനി ഇതിൻ്റെ പേരിൽ കാര്യം ചിലപ്പോൾ അവർ പറയുന്നത് ശരിയായിരിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ വെറുതെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ഒക്കെ ചെയ്ത് കുറേ കാശൊക്കെ കളഞ്ഞ് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് അവർ പറയുമ്പോൾ അത്രയും കാശ് പോയില്ലെന്നുള്ള സങ്കടം നമുക്ക് വരില്ലേ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ, അത് ഇതിവിടെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരത്തെ, ഇപ്പോൾ ക്യാൻസറിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം നേരത്തെ കണ്ടെത്താമോ അത്രത്തോളം നേരത്തെ കണ്ടെത്തി അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നേരത്തെ നമുക്ക് അസുഖം മാറി രക്ഷപ്പെട്ട് വരാൻ പറ്റുന്നൊരു അസുഖം തന്നെയാണ് ക്യാൻസർ. അല്ലാതെ മാറില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, മാറുന്ന അസുഖം തന്നെയാണ് ക്യാൻസർ. നമ്മൾ എത്രത്തോളം നേരത്തെ കണ്ടെത്തണം അത്രയും നേരത്തെ കണ്ടെത്തി നമുക്കതിന് എത്രയും നേരത്തെ റിക്കവറായിട്ട് വരാൻ പറ്റും അത്രയും നല്ലതാണ്. എന്തും ആയിക്കോട്ടെ, എനിക്കതെന്താണെന്ന് അറിയണം. അതിനിപ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും ആ റിസൾട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യം ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഒരു ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് ക്ലാസ്സിലെ പിള്ളേരെ സ്കൂളിൽ പോയി പഠിപ്പിച്ച് കഴിഞ്ഞ് അന്ന് ക്ലാസ് കഴിഞ്ഞ ടൈമിൽ നേരെ ഞാൻ ബസ് കയറി ഒരു ഹോസ്പിറ്റലിൽ പോയി കാണാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിലായിട്ടാണ് പോകണമെന്നും ഈ മഴ കാണിക്കാൻ വേണ്ടി പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് അവരെന്നെ പിന്തിരിപ്പിച്ച് വീട്ടിലോട്ട് വിടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. ആരോടും ഞാൻ പറഞ്ഞില്ല. നേരെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ ഞാൻ പോയി കാണുന്നത്. കാരണം സ്കൂൾ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മണിയൊക്കെ ആവുമല്ലോ. ആ 4 മണി സമയത്ത് എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഡോക്ടറെ കാണാൻ പറ്റില്ല. കാഷ്വാലിറ്റി ഡോക്ടറെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ പോരാത്തിന് എൻ്റെ വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കാഷ്വാലിറ്റിയിൽ പോയാണ് കണ്ടത്. എൻ്റെ ഭാഗ്യത്തിന് ആ കാഷ്വാലിറ്റിയിൽ ഇരുന്ന ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആയതുകൊണ്ട് പുള്ളിക്കാരി എന്നെ കണ്ടപ്പോൾ തന്നെ പറയാണ്, മോളെ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് ഒരു 2 മാസത്തോളമായി. 2 മാസം മുമ്പ് കണ്ട മുഴ മോൾ ഇപ്പോഴാണ് കൊണ്ടുവന്ന് കാണിക്കണത്, എന്ത് എത്ര നാളും വെച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ഡോക്ടറെ അത് തലനീരാണെന്നൊക്കെ വിചാരിച്ചു. എന്ത് തലനീരൊന്നും 2 മാസത്തിൽ കൂടുതലൊന്നും, 2 മാസമല്ല, തലനീരൊന്നും 2 മാസം പോയിട്ട് ഒരു 3-4 ദിവസം കൂടിപ്പോയാൽ അത് ഞാൻ തന്നെ തലനീര് പോയിക്കോളും. അല്ലാതെ ഇത്ര നാളൊന്നും തലനീര് നിൽക്കില്ല. ഇയാളോട് ആരാ പറഞ്ഞത് ഇത് തലനീരാണെന്ന്? ഇയാൾ എന്ത് ഇത്ര നാളും വെച്ചുകൊണ്ടിരുന്നത്? ആര് പറഞ്ഞിട്ട് എത്ര നാളും വെച്ചോന്ന്? എന്നിട്ട് ഇപ്പോൾ വന്ന് കണ്ടേക്കുന്നത് കാഷ്വാലിറ്റിയിലാണോ? ഇതൊക്കെ കുറച്ച് സർജനൊക്കെ പോയി കാണിക്കണ്ടേ? കാഷ്വാലിറ്റിയിലാണോ ഇതൊക്കെ വന്ന് കാണിക്കണേ? ഈ സമയത്താണോ വരണേന്നൊക്കെ ഉദ്ദേശിച്ച് കുറേ വഴിക്ക് പറഞ്ഞു. അന്നേരം ആ ഡോക്ടർ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, അതൊന്നും തൊട്ടുപോലും നോക്കിയില്ല.
എന്നിട്ടാണ് ആ ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഇയാൾക്ക് ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇങ്ങനെ തൊട്ട് നോക്കി. തൊട്ട് ശരിക്കും കണ്ടോ, അത് അനങ്ങണ പോലും ഇല്ല, അത് അവിടെ തന്നെ ഇരിക്കണം. നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോ, എന്ത് കട്ടി അതിന്, ഭയങ്കര ഹാർഡാണ്, കല്ല് പോലെ ഇരിക്കണം, നമുക്ക് ഇതുവരെ അത് ശ്രദ്ധിക്കാൻ തോന്നിയില്ലേ എന്ന് ചോദിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ചെറുതായിട്ട് അനങ്ങണ്ടായിരുന്നു, പിന്നെ ചെറിയ വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറയാണ് മോളെ അത് ആ മുഴയുടെ വേദനയല്ല, അത് ഇരിക്കുന്ന സൈഡ് മോള് നോക്ക്, അത് ഇരിക്കുന്നത് കുറേ ഞരമ്പുകളുടെ അടുത്താണ്, നമ്മുടെ കഴുത്തിൽ കുറേ ഞരമ്പുകൾ ഉണ്ടാവുമല്ലോ, ഞരമ്പിനോട് ചേർന്നാണ് ആ മുഴ ഇരിക്കുന്നത്. ആ മുഴ അവിടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് വേദന എടുക്കുന്നത്. നമുക്ക് ഒരു മുഴ മാത്രമല്ല 2-3 മുഴ ഉണ്ടെന്നല്ലേ പറഞ്ഞു, അവിടെ എവിടെയെങ്കിലും വേദന ഇടുമെന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതിലൊന്നിന് ബാക്കിയുള്ള മുഴകളിലെ വേദന ഇല്ല, അത് ആ മുഴയുടെ വേദനയില്ല, പകരം ഞരമ്പ് അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്, ഞരമ്പിനോട് ചേർന്ന മുഴ ഇരിക്കുന്നതുകൊണ്ടാണ് ആ വേദന വന്നത്, അല്ലാതെ അത് ആ മുഴയുടെ വേദന അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 കാര്യം ക്ലിയറായി. പിന്നെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് വെറുതെ തോന്നിയത്, മൂവ് ചെയ്തിട്ടില്ല, കാരണം ചിലപ്പോൾ അത് അത്രയും പ്രഷർ ചെയ്തപ്പോഴായിരിക്കും ഒന്ന് മൂവ് ചെയ്യുന്ന പോലെ തോന്നിയത്, ഓട്ടോമാറ്റിക്കലി അത് മൂവ് ചെയ്യുന്നതൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ നീരും വെച്ച് വന്നല്ലോ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കി നീര് വെച്ച് അങ്ങനെയാണ് നീരും വന്നതും വേദന കൂടുകയും ചെയ്തത്. അല്ലാണ്ട് ഈ മുഴ വന്ന ടൈമിൽ എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു. ഞാൻ ഈ മുഴയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കുക, മുഴ പോയോ അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ തൊട്ടാണ് എനിക്ക് വേദന വന്നത്, അതും ഓർക്കണമായിരുന്നു എന്ന് പറഞ്ഞു ഈ ഡോക്ടർ. അപ്പം എനിക്ക് കിളി പോയി സത്യം പറയാമല്ലോ. ആ ഡോക്ടറിൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഗൂഗിളും യൂട്യൂബൊക്കെ നോക്കി കുറേ ഡൗട്ടൊക്കെ നേരത്തെ തന്നെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് എനിക്ക് ഉറപ്പായി, ഒരു 80% എങ്കിലും എനിക്ക് ഉറപ്പായി ഇത് ക്യാൻസർ ആണെന്ന്. അല്ലാതെ മറ്റാരും പറഞ്ഞാലും നല്ലതെന്ന് എനിക്ക് പറ്റില്ല. അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ പിന്തിരിപ്പിച്ച് എല്ലാവരോടും വന്നൊരു ദേഷ്യമല്ല, എന്താ പറയണേ, ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞത് ആരും കേട്ടില്ലല്ലോ, എന്നെ മനസ്സിലാക്കിയില്ലല്ലോ അവരാരും. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ പോലെ കേട്ട് അനുസരിച്ചിരുന്നാൽ ഇപ്പം എന്താ എങ്ങനെയാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് ഇതിനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് 2 സാധ്യത നോക്കാനുള്ളത്, ഒന്ന് TB ആണോ എന്ന് നോക്കണം, പിന്നെ നമുക്ക് ബയോപ്സി എടുത്ത് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ബയോപ്സി എന്തിനാ, ബയോപ്സി നമ്മൾ ക്യാൻസർ ആണെന്ന് പറയാൻ വേണ്ടി ബയോപ്സി ചെയ്ത് നോക്കുമല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ എനിക്ക് കിളി പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ ഇത് ക്യാൻസർ ആണെന്ന് വല്ല സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി മനസ്സോടെ ഇങ്ങനെ സാധ്യത കുറവാണ്, സാറല്ല എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാമോളൂ, കുറച്ച് ടെസ്റ്റിനൊക്കെ എഴുതിയിട്ടുണ്ട്, പോയി ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുന്നു പറഞ്ഞു. എത്രയും പെട്ടെന്ന് പോകണം, എത്ര നാളും വെച്ചോണ്ടിരുന്ന പോലെ ഇത് വെച്ചോണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് തന്നേക്കുന്ന ടെസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങും അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഒക്കെ ആയിരുന്നു. ആ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലും ഈ ബ്ലഡ് ടെസ്റ്റിലും നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് നമ്മൾ വിചാരിച്ച പോലെ TB അല്ല, പിന്നെയുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ബയോപ്സി എടുത്ത് നോക്കണം. അപ്പോൾ നമുക്ക് ബയോപ്സി ചെയ്യാം. ബയോപ്സി ഇപ്പോൾ അവിടെ ഞാൻ പോയ ഹോസ്പിറ്റലിൽ ബയോപ്സി ഒന്നും ചെയ്യില്ല. അപ്പോൾ പറഞ്ഞു കുറച്ചുകൂടി വലിയ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഇതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ഈ അൾട്രാസൗണ്ട് എടുക്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ തന്നെയാണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പേരൻസിനെ കൂട്ടിയിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് അത്യാവശ്യം എന്താ പറയുക വലിയൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓർത്തു അടുത്താണെങ്കിലും പ്രൈവറ്റിൽ പോയി നോക്കാം എന്ന് ഓർത്തു, കാരണം അടുത്തല്ലേ, ഇത്ര ദൂരം പോകണ്ടല്ലോ എന്ന് ഓർത്ത് പ്രൈവറ്റിൽ പോയി നോക്കി കഴിഞ്ഞപ്പം അവർ കുത്തി പരിശോധിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ FNAC എന്നൊക്കെ പറയില്ല, കുത്തി പരിശോധിച്ചാൽ അതിൽ നിന്ന് മറ്റേ ലിക്വിഡ് എടുത്തിട്ട് പരിശോധിക്കുമല്ലോ, അങ്ങനെ നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കുത്തി പരിശോധന ചെയ്ത് കഴിഞ്ഞപ്പം അപ്പോൾ അത് ചെയ്യണമെന്ന് ഒരു സർജനാണ് പറഞ്ഞത് ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആ സർജനോട് ഞാൻ ചോദിച്ചു ഡോക്ടർ ഇത് ക്യാൻസർ ആണോ ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഒന്ന് പോയാൽ മോളത് ക്യാൻസർ ഒന്നുമല്ല അത് നോക്ക്. അപ്പോൾ എനിക്ക് കുഞ്ഞുനാളിൽ എനിക്ക് ഈ TB എന്ന് പറഞ്ഞൊരു അസുഖം വന്നിട്ടുണ്ട് കുഞ്ഞിലെ. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും ആവശ്യമില്ലാതെ കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് എവിടെയെങ്കിലും കടിഞ്ഞു കൂടി കിടക്കും, അത് ചിലപ്പോൾ അവിടെ നിന്ന് പഴുക്കും അല്ലെങ്കിൽ കല്ലച്ച് പോകും, ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യത ആരാണ്ട്, ഇത് ക്യാൻസർ ഒന്നുമല്ല എന്നും പറഞ്ഞ ആ ഡോക്ടർ നല്ല ഉറപ്പോടെ ഞാൻ എന്നോട് പറഞ്ഞത്, ഈ സർജൻ, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ സർജൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാനൊരു കാഷ്വാലിറ്റിയിലെ ഡോക്ടറെ പോയി കണ്ടുവന്ന്, അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ ഇരുന്ന ഡോക്ടറാണ്. പക്ഷേ ഇത് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സർജനെ കണ്ടപ്പോൾ ആ സർജനാണ് ഇങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പം അതേ ഡോക്ടർ തന്നെ പറയാണ് എന്തെങ്കിലും ആവട്ടെ നമുക്ക് കുത്തി പരിശോധിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധനയ്ക്ക് വിട്ടു. ആ പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് അതിലും ഈ പറഞ്ഞ ഡോക്ടർ ഈ പറഞ്ഞില്ലേ മരുന്ന് കഴിച്ച് എൻ്റെ വേസ്റ്റ് അടിഞ്ഞു കൂടി എൻ്റെ കല്ലച്ച് കിടക്കണമായിരിക്കും എന്ന് പറഞ്ഞില്ലേ, അതല്ല, ആ അസുഖം അല്ല എന്ന് കണ്ടു. അവരും പറഞ്ഞു ബയോപ്സി എടുക്കണമെന്ന്. അത് കഴിഞ്ഞപ്പോൾ ബയോപ്സി എടുക്കാനായിട്ട് കറണ്ട് പോയി. അതേ ഹോസ്പിറ്റലിൽ തന്നെ ബയോപ്സി എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഒത്തിരി കാശ് ചിലവുണ്ട്. അത് കാരണം കൊണ്ട് ആ ഡോക്ടർ ഇങ്ങനെ കുറേ കാശ് ഇത്ര ദിവസം അഡ്മിറ്റ് ആവണം, ഇത്ര ദിവസം റെസ്റ്റ് വേണം, അത് വേണം, ഇത് വേണം, സർജറിയും പിന്നെ അനസ്തേഷ്യ കാണിക്കേണ്ടത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കുറച്ചധികം കാശ് മേടിച്ച് വെക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് എൻ്റെ കൂടെ വന്ന ആൾക്ക് മനസ്സിലായി. എൻ്റെ കൂടെ നേരാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു ഇത്രയും കാശ് മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവർ വെറുതെ അടവ് പറയണത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഈ കാശ് വെറുതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാശ് കൊണ്ട് കൊടുക്കണമെങ്കിൽ നിനക്കൊരു കുഴപ്പമില്ല, നീ വെറുതെ ചിന്തിച്ച് വിട്ടാൽ മുഴയൊക്കെ തന്നെ മാറിപ്പോകണം, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നാൽ എന്നെ വീട്ടിലേക്ക് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി. അന്നേരം ഈ പറഞ്ഞാൽ ഇപ്പം എന്നെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ല എന്നെ പിന്തിരിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അൾട്രാസൗണ്ട് ചെയ്തിട്ട് അതിനകത്തും ഈ പറഞ്ഞ TB അല്ല, പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ സർജൻ പറഞ്ഞ അസുഖമല്ല, പിന്നെ എന്താ അസുഖം, എല്ലായിടത്തും പറയാം ബയോപ്സി എടുക്കുന്നത്. എന്നിട്ടും എൻ്റെ കൂടെ വന്ന ആൾക്കാർ, എൻ്റെ വീട്ടുകാരായാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എന്നെ അറിയാവുന്നവരെല്ലാവരും ഇതിന് ശേഷം എന്നോട് ഇങ്ങനെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പമില്ല, വെറുതെ ഹോസ്പിറ്റലുകാർ വെറുതെ കാശ് മേടിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞ അടവ് അങ്ങനെ പറയണേ, അല്ലാണ്ട് നിനക്കൊരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് അപ്പോഴും എല്ലാവരും പറയണത്, അങ്ങനെ തന്നെയാണ്.
അപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ ഞാൻ കുറച്ച് നാൾ വിട്ടു കളഞ്ഞത്, ഒരു 2 ആഴ്ചത്തോളം ശരിയായിരിക്കും, തോന്നലായിരിക്കും എന്ന് ഞാൻ വിട്ടു കളഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിനൊരു വിഷമം. കാരണം ആ മഴ പോകുന്നുമില്ല, അത് മാത്രമല്ല വേറെയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് വരാൻ തുടങ്ങിയിരുന്നു. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിരുന്നു. ഒരു സിംറ്റം ഞാൻ പറയാം. എനിക്ക് നമ്മൾ ബസ്സിനൊക്കെ പോകുമല്ലോ, ബസ്സിന് പോകുമ്പോൾ നമുക്ക് ഈ ഷട്ടർ, മഴയൊക്കെ പെയ്യുമ്പോൾ ഷട്ടർ താത്തിയിട്ടില്ലേ, ആ ഒരു ഷട്ടർ എടുത്ത് പൊക്കാനും താത്താനുള്ള ആരോഗ്യം പോലും എൻ്റെ കൈക്കില്ലാണ്ടായിപ്പോയി. അത്രയ്ക്കും ക്ഷീണം വന്ന് ഒരു തൊട്ടാ ഒടിയണ പോലെ ഒരു ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്, ശരീരവും ക്ഷീണിച്ചു, എനിക്ക് ഒട്ടൊരു ബലമില്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് ടെസ്റ്റ് ചെയ്യണം, ബയോപ്സി എടുക്കാനല്ലേ പറഞ്ഞാൽ, ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു, എന്തിനാ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് ലക്ഷങ്ങൾ കൊണ്ട് കൊടുക്കാൻ, അതിന് എവിടെ കാശിരിക്കണം, എൻ്റെ പൈസ ഉണ്ടോ, എൻ്റെ നീ പൊക്കോ, ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു പൈസ ഇല്ലാണ്ട് എന്ത് ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഹോസ്പിറ്റൽ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതല്ല, അതിനേക്കാൾ കുറച്ചും കൂടി ചെറിയ ഹോസ്പിറ്റലാണ്. പക്ഷേ രണ്ടും കളിപ്പിച്ച് ഞാൻ അവിടെയും കൂടി ഒന്ന് പോയി നോക്കാൻ നിർത്തി. അവിടെ ചെന്നു. എൻ്റെ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നത് നല്ലൊരു സർജനായിരുന്നു. അതായത് ഞാൻ നേരത്തെ കണ്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ആ ഡോക്ടറിൻ്റെ പ്രൊഫസർ, ആ പ്രൊഫസറാണ് ഈ പറഞ്ഞ ചെറിയ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സർജൻ. ആൾ അത്യാവശ്യം റിട്ടയർഡൊക്കെ ആവാറായിരിക്കുന്ന ഡോക്ടറാണ്, നല്ലൊരു സർജനായിരുന്നു കേട്ടോ. ഈ ഡോക്ടർ പഠിപ്പിച്ച സാറാണ് ഞാൻ നേരത്തെ പോയത്. ഈ പറഞ്ഞ ആ ഹോസ്പിറ്റലിലെ സർജൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ സർജൻ ഈ പറഞ്ഞ തന്നെ കുറേ തൊട്ടൊക്കെ നോക്കി, കുറേ നമ്മളിങ്ങനെ എവിടെയൊക്കെ ഈ പറഞ്ഞ മഴ വരാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നോക്കിയിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ബയോപ്സി തന്നെ ചെയ്ത് നോക്കാൻ പോലെയെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇത് ക്യാൻസർ വല്ലതാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർക്ക് ഒരു ഉറപ്പില്ല. ആ ഡോക്ടറും പറയുകയാണ്, ആ ഡോക്ടർ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചിരി ഇരിച്ചു. എന്നിട്ട് ഡോണ്ട് വറി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ ചെല്ല് എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഈ പറഞ്ഞ 80% എന്ന് പറഞ്ഞില്ലേ, 90% എനിക്ക് ഉറപ്പായി അത് ക്യാൻസർ ആണെന്ന്. കാരണം ഇവരുടെയൊക്കെ പരിപാടിയിൽ തന്നെ നമുക്ക് ഡോക്ടർമാർ നമ്മളെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയാതിരിക്കുക. അപ്പോഴേ എനിക്കത് കൺഫേം ആയി. ബയോപ്സി എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോഴീ പറഞ്ഞത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു സ്റ്റോറിയിൽ പറയാം, അത് വലിയൊരു സ്റ്റോറിയാണ്. അങ്ങനെ അവിടെ നിന്ന് ബയോപ്സി എടുത്തു. ആ ബയോപ്സിയിൽ റിസൾട്ട് അറിയാൻ വേണ്ടി 14 ദിവസം എന്തോ വെയിറ്റ് ചെയ്യണം റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഞാനൊരു ആശ്വാസത്തിലിരിക്കുക, ഒരു കുഴപ്പം വരില്ല. 90% എനിക്ക് പേടിയുണ്ടെങ്കിലും ബാക്കി 10% ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഇല്ലെങ്കിലോ എന്നോർത്ത് ഞാനിങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ്. അങ്ങനെ 14ാമത്തെ ദിവസം റിസൾട്ട് അറിയാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടു റിസൾട്ട് അറിയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ ക്യാബിനിൽ, അപ്പോൾ ഡോക്ടറെ റിസൾട്ട് എടുത്ത് ഡോക്ടറിൻ്റെ അങ്ങനെ 14ാമത്തെ ദിവസം റിസൾട്ട് അറിയാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ചെല്ലാൻ നേരത്ത് ഈ പറഞ്ഞ ബയോപ്സി മാത്രമല്ല ചെയ്തത്, TB ആണോ എന്ന് അറിയാൻ വേണ്ടി ഫൈനലായിട്ട് ഒന്നും കൂടി ഒരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും കൂടി ചെയ്യാൻ പറഞ്ഞു. അതും ചെയ്തു കേട്ടോ. എല്ലാത്തിൻ്റെ റിസൾട്ട് ഡോക്ടറിൻ്റെ സിസ്റ്റത്തിലേക്ക് വന്നോളും. റിസൾട്ട് വാങ്ങിക്കാൻ നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പോയി റിസൾട്ട് വാങ്ങിക്കൊണ്ട് വരണ്ട, സിസ്റ്റത്തിലേക്ക് റിസൾട്ട് വന്നോളും എന്ന് അങ്ങനെ കൂടി ഡോക്ടർ പറഞ്ഞായിരുന്നു. അങ്ങനെ റിസൾട്ട് അറിയാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഞാനാണ് ആദ്യം ചെന്നത്, ഡോക്ടറിൻ്റെ റൂമിലേക്ക് ഞാനാണ് ആദ്യം ചെന്നത്. കൂടെ വന്ന ആൾ പിന്നെ കയറ്റിയത്. അപ്പോൾ ഞാനവിടെ ചെന്നു. ഡോക്ടർ കമ്പ്യൂട്ടറിൽ റിസൾട്ട് എഴുതി കാണിക്കുമ്പോൾ ഞാനും ഒന്ന് കണ്ണുപിടിച്ച് വായിച്ചു. പക്ഷേ എനിക്കറിയാമായിരുന്നു ഈ അസുഖത്തിൻ്റെ പേര്. ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ ഗൂഗിൾ നോക്കി യൂട്യൂബ് നോക്കി ഞാൻ റിസർച്ച് ചെയ്ത് ഞാൻ കണ്ടെത്തി വെച്ചു എന്ത് അസുഖമാണെന്ന്. ആ സെയിം അസുഖത്തിൻ്റെ പേരാണ് ഡോക്ടറിൻ്റെ സിസ്റ്റത്തിൽ എഴുതി കാണിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി എനിക്ക് ഒരു റിസൾട്ടിൻ്റെ ഒരു ഡോക്ടറിൻ്റെയും എന്താ പറയുക കൺഫർമേഷൻ്റെ ആവശ്യമില്ല. ഈ സംഭവം എനിക്ക് മനസ്സിലായ സംഭവം തന്നെയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഞാൻ കിളി പോയിരിക്കുകയാണ്. എന്നാലും നെഞ്ചൊന്നും കൂടി ഒന്ന് പെടച്ചോട്ടെ, സത്യം പറയാം. അപ്പോൾ ഡോക്ടർ സിസ്റ്റത്തിൽ കണ്ടിട്ട് ഡോക്ടർ ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാൻ വേണ്ടി, മോളൊരു കാര്യം ചെയ്യും, ഞാൻ ഇത്രാമത്തെ ഫ്ലോറിൽ ചെല്ലുക, മോളുടെ ഈ പറഞ്ഞ പോലെ ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് അവർ സർജറി ചെയ്യാൻ വേണ്ടി എടുത്ത സാമ്പിൾസ് ഉണ്ടല്ലോ, ആ സാമ്പിൾസ് പോയി മേടിച്ചിട്ട് വന്നു പറഞ്ഞു എന്നോട്. അങ്ങനെ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ആ സാമ്പിൾസ് വാങ്ങിക്കാനായിട്ട് ഡോക്ടറിൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളെ വിളിച്ചിരുത്തി ഡോക്ടർ എന്താണ് അസുഖം എന്നും അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ ആ ക്യാബിനിൽ പോയിട്ട് ആ പറഞ്ഞ ഫ്ലോറിൽ നിന്ന് ആ സാമ്പിൾസ് വാങ്ങി തിരികെ വന്നപ്പം എൻ്റെ കൂടെ വന്ന ആൾ അവിടെ നിന്ന് കരയുന്നതാണ് ഞാൻ കണ്ടത്. അത് ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറുന്നു, എൻ്റെ കൂടെ വന്ന അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ കരയുന്നു. അപ്പോൾ ഡോക്ടറും നേഴ്സുമാരും ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്ന ജൂനിയർ ഡോക്ടർമാരൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയാണ്ട്, കാരണം ഡോക്ടറിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞായിരുന്നു. എന്നിട്ടും ഡോക്ടർ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം അവിടെ ഇരിക്കുകയാണ് കുറേ നേരമായിട്ട്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, മോളെ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല, നമുക്ക് ഇത്ര പ്രായമല്ലുള്ളൂ, എത്രയും പെട്ടെന്ന് അത് മാറും, പെട്ടെന്ന് തന്നെ മാറും, മോള് പേടിക്കണ്ട, എന്തായാലും RCC തന്നെ പോയാൽ മതി, വേറെ എവിടെയും പോകണമെന്നുള്ളത് നോക്കണ ഇഷ്ടം. പക്ഷേ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ RCC പോകണതാണ് നല്ലത്. അവിടെയാണെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് ഡോക്ടർമാർ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ പേഴ്സണൽ നമ്പറൊക്കെ എനിക്ക് തന്നായിരുന്നു. അങ്ങനെ ഈ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചിട്ടാണ് RCCയിലോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആശ്വസിച്ചു, മോളെ പേടിക്കണ്ട, ഈ പറഞ്ഞ അസുഖം തന്നെ വന്ന് മാറി എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരും എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്താ പറയുക, എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി എന്നുള്ള രീതിയിലുള്ള ഒരു പേടി എനിക്ക് അപ്പോൾ വന്നത്, സത്യം പറയാമല്ലോ. അതായത് ഞാൻ മരവിച്ച് നിൽക്കുകയാണ്, എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാണ്ട് ഞാനവിടെ വിഷമിച്ചല്ല, എന്താ പറയണേ, ഞാൻ എന്നൊരാളിങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ. എനിക്ക് തലയ്ക്ക് ചുറ്റും കിളി പാറുകയാണോ അതോ മൊത്തത്തിലൊരു ബ്ലാങ്കായിപ്പോയി ഞാൻ. കാര്യം ഞാനും കുറച്ച് കരയൊക്കെ ചെയ്തു, എന്നാലും
എന്താ പറയണേ, എനിക്ക് തോന്നുന്നു ആ ടൈം തൊട്ട് എനിക്ക് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാൻ പോകുന്ന വീഡിയോസിൽ പറയാം. അന്ന് അവിടെ വെച്ച് മരവിച്ച് പോയതാണ് എൻ്റെ മനസ്സ്. കാരണം ഒരിക്കലും എനിക്കൊന്നും ക്യാൻസർ വരില്ല എന്ന് വിശ്വസിച്ച് നടന്നിരുന്ന ഒരാൾ, ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം, അത് ഇത്രയും ഇങ്ങനെ ആര് കേട്ടാലും പേടിക്കുന്നൊരു കാര്യം. ഇത്ര ചെറുപ്പത്തിൽ എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് ആ ഒരു സിറ്റുവേഷൻ എനിക്കത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഞാനങ്ങ് ഭൂമി വളർന്ന് ഉള്ളിലോട്ട് പോയോ എന്നുള്ളൊരവസ്ഥയിൽ വരെ എത്തി. എൻ്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടോയെന്ന് പോലും ഞാൻ സംശയിച്ചു ആ ഒരു പോയിന്റിൽ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് പിന്നെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു. റിലേറ്റീവ്സിനോടും ഈ പറഞ്ഞ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാൻ പറഞ്ഞു. നിങ്ങളൊക്കെയല്ലേ പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു. അവിടെയാണ് ഏറ്റവും വലിയ കോമഡി. അതുവരെ എൻ്റെ അടുത്ത് ഒരു കുഴപ്പമില്ല, നിനക്ക് തോന്നണതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അവരൊക്കെ ഈ പറഞ്ഞാൽ അയ്യോ അങ്ങനെയാണോ, ഒന്നും പേടിക്കേണ്ട, അടി കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫൈറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എനിക്ക് ഭയങ്കരമായിട്ട് ധൈര്യമൊക്കെ തരാനൊക്കെ തുടങ്ങി. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഒരു പ്രതീക്ഷയും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് RCC ചെന്നിട്ട് ഒരു ടെസ്റ്റും കൂടി ചെയ്ത് ഇതൊന്ന് കൺഫേം ചെയ്യണം, എന്നിട്ട് മതി ഇത് ക്യാൻസർ ആണെന്ന് തീരുമാനിക്കണമെന്നും കൂടി പറഞ്ഞായിരുന്നു. അപ്പോൾ ചിലർ അതിമ കയറി പിടിച്ചു. കണ്ടോ, കൺഫർമേഷൻ ഇതുവരെ ആയിട്ടില്ല, കൺഫേം ആയിട്ടില്ലല്ലോ, നമുക്ക് ഒന്നും കൂടി കൊണ്ട് RCC ചെന്ന് കൺഫേം ചെയ്ത് നോക്കാം, എന്നിട്ട് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ബന്ധുക്കളായാലും ഫ്രണ്ട്സായാലും എല്ലാവരും അങ്ങനെ പറഞ്ഞു. നീ അങ്ങനെ വിചാരിക്കുന്നു വേണ്ട, ചെന്ന് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് അവിടുത്തെ ഡോക്ടർമാർ പറയും, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ട് തിരിച്ചു വരാം, ഇങ്ങനെയും പറഞ്ഞ് പിന്നെ എന്നെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ചില നേരത്ത് സത്യം പറയാലോ, ആശ്വാസവാക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില നേരത്ത് വെറുതെ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് എനിക്ക് പിന്നെ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. മറ്റുള്ളവരുടെ ആശ്വാസവാക്കുകൾ കേൾക്കുന്നതിനെക്കാട്ടിലും എത്രത്തോളം ബെറ്ററാണ് മുഖത്ത് നോക്കിയുള്ള കാര്യം പറയുന്നത്. പേടിയോ ടെൻഷനോ എന്നല്ല, ഉള്ളതുപോലെ പറയുന്നില്ല നല്ലത്. ഈ ആശ്വസിപ്പിച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എന്താ കാര്യമുള്ളൂ. ഈ ഒരു വലിയൊരു സത്യം എനിക്ക് ഈ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അന്നോട്ട് ഞാനിങ്ങനെ മറ്റുള്ളവരുടെ ആശ്വാസവാക്ക് കേട്ടിട്ട് ഒന്നും തീരുമാനിക്കാറുണ്ടായിരുന്നില്ല. അന്നോട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ, ഞാനത് പറഞ്ഞ പോലെ നല്ലൊരു ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യും. അതുകൊണ്ട് ഡോക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ നേഴ്സുമാരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ നമുക്കറിയാവുന്നവർ അങ്ങനെ ആരോടൊക്കെ ചോദിച്ച് കൺഫേം ചെയ്യാം. അല്ലാതെ അന്നോട്ട് ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്നത് കുറേയൊക്കെ നിർത്തി. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഈ ആശ്വാസവാക്ക് കേട്ടിട്ട് എന്ത് ചെയ്യാനാണ്, നമുക്ക് അതിൻ്റെ സത്യാവസ്ഥയല്ല അറിയേണ്ടത്, അത്രേ ഉള്ളൂ. അതെൻ്റെ പിന്നെ RCCയിലോട്ട് പോകാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് പൊക്കോന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ RCCയിലോട്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടർമാരെ കണ്ടു, സംസാരിച്ചു. അവരെന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി ബയോപ്സി എടുത്ത് നോക്കാം. പിന്നെ മോളെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് മാറുന്ന അസുഖമാണെന്ന് ഞങ്ങൾക്ക് മോളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. മോളുടെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് അത് തന്നെയാണ് മനസ്സിലാവുന്നത്. മാറുന്ന അസുഖമാണ്, പേടിക്കാൻ ഒട്ടുമില്ല കേട്ടോ, നമുക്ക് 100% നമുക്കത് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് മാറ്റിയെടുക്കാം. എന്തായാലും നമുക്ക് ഒന്നുകൂടി ബയോപ്സി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി എടുത്തു. അതിൻ്റെ ഇടയിലും വേറെ കുറേ പ്രശ്നങ്ങൾ. ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ പറഞ്ഞുള്ള ഡേറ്റ് കിട്ടിയിട്ട് ആ ഡേറ്റിന് നമ്മൾ ചെല്ലണം. അന്ന് നമ്മൾ ചെന്നു, അന്ന് തന്നെ ചെയ്തില്ലല്ലോ, അത് നമുക്കൊരു ഡേറ്റ് തന്നുവിടും അവർ. അങ്ങനെ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു തവണ അങ്ങോട്ട് പോകേണ്ടി വന്നു. ആ ഡേറ്റ് എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ആ ഡേറ്റിന് വീണ്ടും പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് ഇങ്ങനെ പോസിറ്റീവ് ആയതുകൊണ്ട്, അന്ന് എനിക്ക് കോവിഡ് ഉണ്ടായിരുന്നു, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് അത് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ദിവസം ചെന്ന് വീണ്ടും ഡേറ്റ് എടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ചെന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ ബയോപ്സി എടുക്കുന്നത്. വലിയ ദിവസ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വന്നു, 2 ദിവസം കഴിഞ്ഞ് പിന്നെ പോയി, അങ്ങനെയാണ്. അല്ലാണ്ട് മാസങ്ങൾ വന്നിട്ട് അങ്ങനെയൊന്നും പോയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ RCCയിൽ ആദ്യ ദിവസം ചെന്നു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ ഇന്ന ദിവസം നമുക്ക് അപ്പോൾ നമ്മളാ കൊണ്ടുപോയി സാമ്പിൾസ് ഇല്ല, സാമ്പിൾസ് കൊണ്ടുപോയി അതും പരിശോധിച്ചു. പോരാതെ അവർക്ക് ബയോപ്സി ഒന്നുകൂടി എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാനുള്ള ആ ഒരു ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നു. അങ്ങനെ കുറച്ചധികം തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ കാണുമ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ബന്ധുക്കളായാലും ഫ്രണ്ട്സ് ആയാലും പിന്നെ അറിയുന്നവരായാലും ചിലരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, കണ്ടോ എന്തോരം തടസ്സങ്ങളായി പറയണേ, നിനക്കൊരു കുഴപ്പമില്ലാന്ന് ഇതിൻ്റെ അർത്ഥം, കണ്ടോ പോസിറ്റീവായിട്ട് എടുക്കാതെ ഒരു കുഴപ്പമില്ല, അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇനി അവിടെ പോകണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്തോരം തടസ്സങ്ങളാണ്, എപ്പോൾ ചെന്നാലും ഡേറ്റ് ഇല്ല, അതാണ് ഈ തിരക്കൊക്കെ തിരിച്ചു വിടണോ, നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ അത്ര എളുപ്പമാണോ, ഇനി മാത്രം ഇഷ്ടമായി കാശ് അവിടെ ഇരിക്കണം, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ചിലർ. അങ്ങനെയും ചിലർ ആ ഒരു ടൈമിൽ പോലും പിന്തിരിപ്പിക്കാൻ നോക്കുമായിരുന്നു. എന്നിട്ടും ഏതിലും പറ്റില്ല. എനിക്ക് എൻ്റെ ലൈഫ് ഇത്ര നാൾ നിങ്ങൾ പറയുന്നത് ഓരോ വെയിറ്റ് ചെയ്ത് അവസാനം ഡോക്ടർ എന്നെ അന്ന് വഴിക്കുറഞ്ഞ് ഓർക്കുണ്ടോ, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല, എന്തായാലും അറിഞ്ഞിട്ട് അടങ്ങുള്ളൂ എന്നും പറഞ്ഞായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞൊരു ഡേറ്റിന് അങ്ങനെ കുറച്ച് നാൾ ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പിനുള്ളിൽ പിന്നെ ടെസ്റ്റ് ചെയ്തു. റോഡ് സൈഡ് 2 ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തു, ബയോപ്സി എടുത്തു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ ക്യാൻസർ തന്നെയാണ്, മോൾ പേടിക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് പേടിക്കേണ്ട ടൈപ്പ് ക്യാൻസർ അല്ല. അതുമാത്രമല്ല ഈ പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്ന ആ ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ റിപ്പോർട്ടിൽ പറഞ്ഞതിനെക്കാട്ടിലും കുറച്ചും കൂടി വീര്യം കുറഞ്ഞ ചെറിയൊരു അസുഖമാണ്. ആ പറഞ്ഞ അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് പോലും വേണ്ട, ഇതിന് ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ മതി, നമുക്കതുകൊണ്ട് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പിയാണ്, വേറൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കീമോതെറാപ്പി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട, അതൊരു ഇത്ര ടൈം പീരീഡിലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാമെന്നാണ് എന്നോട് അന്ന് പറഞ്ഞത്.
അങ്ങനെ എനിക്ക് 6 മാസത്തെ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ നാട്ടിലോട്ട് തിരിച്ചു വന്നു. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കൺഫേം ചെയ്തല്ലോ, അന്ന് തൊട്ടാണ് എൻ്റെ കൂടെ വന്നവരും എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഈ ഒരു സംഭവത്തെ അംഗീകരിച്ചത്. അതുവരെ ഒരു മനുഷ്യനും അംഗീകരിച്ചിട്ടുണ്ടായില്ല. എൻ്റെ വട്ടാണ്, എൻ്റെ പ്രാന്താണെന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നാളും കൊണ്ടാണ് ഈ ഒരു സംഭവത്തെപ്പറ്റി ഞാൻ കണ്ടെത്തുന്നത്, അതിനെ കണ്ടുപിടിക്കുന്നത്. അതായത് വർഷങ്ങൾ മുന്നേ ഞാൻ അനുഭവിച്ചു തുടങ്ങിയ ഓരോരോ ബുദ്ധിമുട്ടുകളുടെയും യഥാർത്ഥ കാരണം എന്തായിരുന്നു, ശരിക്കും എന്തായിരുന്നു വില്ലനായിട്ട് നിന്നിരുന്നതെന്ന് ഞാൻ ആ ഒരു കറക്റ്റ് പോയിന്റ്, ഇപ്പോൾ എന്ത് അസുഖമാണെങ്കിലും അസുഖത്തിനല്ല അതിൻ്റെ വേരുകളെ ചികിത്സിക്കണമെന്ന് അറിയില്ലേ. അപ്പം എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്ന്, എൻ്റെ പ്രശ്നം ഞാൻ കണ്ടുപിടിക്കുന്നത് അപ്പോഴാണ്. അതുവരെ ഞാൻ അനുഭവിച്ച ആ ഒരു സ്ട്രഗിൾ ഞാൻ പറഞ്ഞില്ലേ, എത്രയോ പേര് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, എത്രയോ പേര് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഞാൻ അവിടെയൊക്കെ അവർ പറയുന്ന പോലെ ഒരുപാട് അനുസരിച്ച് ഞാൻ നിന്നായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായാലും അവസ്ഥ. കുറച്ച് നാളും കൂടി കഴിഞ്ഞ് ഞാൻ ഇവർ പറയുന്ന പോലെ അനുസരിച്ച് ശരി, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ പോയിന്റിൽ അവിടെ വെച്ച് അത് ഞാനത് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, എൻ്റെ ആ ഒരു ശ്രമം ഞാൻ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്താ പോകുന്നതിൻ്റെ അവസ്ഥ. അതുവരെ ഞാൻ ഇവർ പറയുന്ന പോലെ അനുസരിച്ചിരുന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര എപ്പം ആലോചിച്ച് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളുടെയൊക്കെ ഇടയിൽ വെച്ച് എനിക്ക് എൻ്റെ മനസ്സ് മടുത്തു പോയായിരുന്നു. മടുത്ത് എത്ര നാളെ ഇതിൻ്റെ പുറകെ എടുക്കണം, ഒന്നും അറിഞ്ഞിട്ടില്ല, ഇത് എന്തായിരിക്കും ഇതിൻ്റെ കാര്യം എന്ന് ഇവിടെ വെച്ച് ഇട്ടിട്ട് പോയാലോന്നും കൂടി ഞാനും കൂടി ചിന്തിച്ചതാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ച് ഞാൻ അവിടെ വെച്ച് അത് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എന്തായേനെ. അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി നമുക്ക് ബുദ്ധിമുട്ടായ ടൈമിലാണ് ഇത് കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ അന്നേരം ഈ പറഞ്ഞ എന്നെ പിന്തിരിപ്പിച്ച് പിന്നോട്ട് വലിക്കാൻ നിന്ന ആൾക്കാരോട് നിങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാനത് കാര്യമാക്കാതിരുന്നത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ തിരിച്ച് പറയുക? ഞങ്ങൾ പറഞ്ഞിട്ടോ? ആദ്യം അവർ പറയും ഞാനോ, എപ്പോൾ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അതൊന്ന് പറയും. രണ്ടാമത്തെ കാര്യം, ഇനി ഞങ്ങളങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ നിനക്കല്ലായിരുന്നു ബുദ്ധിമുട്ട്, നിൻ്റെ ബുദ്ധിമുട്ട് നിനക്കല്ലേ അറിയുള്ളൂ, അപ്പോൾ നീയല്ല അത് അതിൻ്റെ പുറകെ പോകേണ്ടത്, നീയല്ല എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്, അല്ലാണ്ട് ഞങ്ങളാണോ, ബുദ്ധിമുട്ട് ഞങ്ങൾക്കാണോ, നിനക്കല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞേക്കുന്നവരുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരാൾ നമ്മുടെ ബാക്കി എന്ത് കാര്യത്തിൽ നമ്മൾ അഭിപ്രായം ചോദിച്ചാലും ഒരു അസുഖത്തിൻ്റെ പേരിലോ ഒരു ആരോഗ്യാവസ്ഥയുടെ പേരിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാൻ നിൽക്കരുത്. അവർക്ക് തോന്നുന്നത് പറയും, സത്യമാവാം സത്യമാവാതിരിക്കാം. പക്ഷെ നമ്മുടെ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഈ ആരോഗ്യത്തിൻ്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും വെച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടുകൊണ്ട് നമ്മൾ ഒരു ചാൻസ് എടുക്കാൻ നിൽക്കരുത്. ഇതെൻ്റെ ഒരു വലിയൊരു റിക്വസ്റ്റാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം വെച്ചുകൊണ്ടിരുന്നിട്ടേ നമ്മുടെ തന്നെ ലൈഫ് വെച്ച് നമ്മൾ കളിക്കരുത്. ഇതാണ് എനിക്ക് ഈ ഒരു പറഞ്ഞല്ലേ, ബിഫോർ ക്യാൻസർ എന്ന് പറഞ്ഞ് ഞാൻ അനുഭവിച്ച ഒരു സ്ട്രഗിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതൊന്നുമല്ല, ഇതിലപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല, ഇപ്പം തന്നെ ഒരുപാടായി. അതുകൊണ്ട് ഞാൻ ഇനി ബാലൻസ് വരുന്ന കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാലൻസ് സ്റ്റോറി അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ചെയ്തോളൂ. എനിക്ക് കമൻറ്റ് ചെയ്താലും ചെയ്തില്ല കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇടും, കാരണം ഞാനിപ്പോൾ തുടങ്ങി വെച്ചുകൊണ്ട് എനിക്ക് ബാലൻസ് തരണമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ ടാറ്റാ.